എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ കുഞ്ഞുവിനെ സുന്ദര കുട്ടപ്പനാക്കിയ വീഡിയോ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ഹെയർ ഒക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ട്രിമ്മറാണ്. ഈ ഒരു ട്രിമ്മർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവൻ്റെ മുടി വെട്ടണത്. അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ മുടിയും ഹസ്ബൻഡിന്റെ മുടിയൊക്കെ ഞാനാണ് വെട്ടണത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് മക്കളുടെ മുടി വെട്ടാൻ? ഭയങ്കര ഈസി. ആമ്പിള്ളേരുടെ മുടി വെട്ടാനായിട്ട് പെൺപിള്ളേരെ മുടി വെട്ടണ അത്രയും ബുദ്ധിമുട്ടില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ആമ്പിള്ളേരെ മുടി വെട്ടാം. അപ്പൊ അതെങ്ങനെയാണ് വെട്ടണേന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഇന്നിപ്പോ ഞാൻ കുഞ്ഞുവിന്റെ മുടിയൊക്കെ വെട്ടി ഇത് കണ്ടോ, ഇവിടെ ഞാൻ സ്റ്റൈലിന് 2 വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കുഞ്ഞുവിന്റെ മുടി വെട്ടണേന്ന് നോക്കാം. അപ്പം എങ്ങനെയാണ് ആമ്പിള്ളേരുടെ മുടി വെട്ടണേന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് കണ്ടോ, ഈ ഒരു ട്രിമ്മറാണ്. ഇതിൻ്റെ പേര് ബ്രൗൺ, BRAUN. ഇതാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇത് ബ്ലേഡുള്ള 2 ഹെഡ് ഉണ്ട് ഇതിനെ. ഇതൊരു ഹെഡ്, ഇതൊരു ഹെഡ്. ഈ 2 ഹെഡ് നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ വേണ്ടോ, ഇങ്ങനെ ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ അങ്ങ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഹെഡും ബ്ലേഡുള്ള ഈ ഹെഡും നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് വരും. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഇതുപോലത്തെ 2 കോമ്പ് പോലെ ഇരിക്കുന്ന ഹെഡുകളാണ്. അപ്പം ഇത് 2 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ കട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കട്ട് ചെയ്യണത്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കണതെന്നൊക്കെ. അപ്പം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവനെ ഏപ്രിലൊക്കെ കെട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവൻ്റെ മുടി നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നന്നായിട്ടൊന്ന് മുടി കോമ്പ് ചെയ്തേ. ഇത് നമുക്ക് ഇത് കണ്ടോ, ഈ പുരുകത്തിന്റെ നടുഭാഗത്തുനിന്ന് ഇങ്ങനെ നമുക്ക് ഈ മുടി ഇപ്പുറത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചീവി വെക്കണം. ഇതിപ്പോൾ ഇന്നലെ ഞാൻ ഷാമ്പൂ ഒക്കെ ചെയ്തതാണ്. നമ്മൾ വെട്ടണതിന് മുന്നേ ഒന്ന് നന്നായിട്ട് ഷാമ്പൂ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് വേദന എടുക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു ക്ലിപ്പ് ഇവരുടെ തലയിലേക്ക് അങ്ങ് കുത്തി വെക്കണം. 2 സൈഡിൽ നിന്നും അതുപോലെ തന്നെ ചെയ്യണേ. കാരണം ഈ മുകളിൽ സൈഡിൽ നമുക്ക് ഹെയറിന് ലെങ്ത് വേണം, അതുകൊണ്ടാണ് ഇങ്ങനെ 2 വശവും ഞാനിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എന്നിട്ട് പുറകിലേക്കും എങ്ങോട്ടാണോ മുടിയുടെ ഡയറക്ഷൻ അങ്ങോട്ടേക്ക് നമുക്ക് ഫുള്ള് മുടിയിങ്ങനെ ഒന്ന് ചീവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ട്രിമ്മർ എടുക്കാം. അപ്പോൾ ഇതിന് ശേഷം ഇത് കണ്ടോ, ഇതിന് ഇങ്ങനത്തെ 2 ഹെഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 2 ഹെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കുഞ്ഞുവിൻ്റെ ഹെയറിൻ്റെ ലെങ്ത് നന്നായിട്ട് കുറയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ഈ വലിയ ഹെഡ് ഉപയോഗിച്ചിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ വലിയ ഹെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ലെങ്ത് വളരെ കുറഞ്ഞാണല്ലോ മുടിക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ അങ്ങ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ കുറേ നമ്പറുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും ചെറിയ നമ്പറിലാണ് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിങ്ങനെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇത് കണ്ടോ, ഈ നമ്പറുകൾ ഇങ്ങനെ മുകളിലേക്ക് കയറി ലെങ്ത് കൂട്ടി നമുക്ക് വെട്ടാൻ പറ്റും. അപ്പം എനിക്ക് ഏറ്റവും കുറവ് ലെങ്ത് ആണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിത് താഴേക്ക് ഏറ്റവും ചെറിയ നമ്പറിലേക്ക് വെച്ചു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പം ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് എപ്പോഴും ഇവിടെ മുതൽ ഇങ്ങനെ ഒരു ലെവലിലായിരിക്കും അല്ല. ഇവരുടെ ഹെഡിന്റെ ഇങ്ങോട്ട് താഴത്തേക്ക് കനം കുറഞ്ഞായിരിക്കും മുടി. മുകളിലേക്ക് പോകുന്തോറും കട്ടി കൂടി അല്ലാതെ നീളം കൂടിയായിരിക്കും മുടി ഇരിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളിത് ഇങ്ങനെ ഈ ഒരു ലെവല് കണക്കാക്കി 2 വശത്തുനിന്നും ഈ ഒരു ലെവല് കണക്കാക്കിയിട്ട് എടുക്കണം. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് എടുക്കാൻ പോകണേ. എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇത് ഞാൻ എടുക്കാൻ പോകണേ. എടുക്കുന്ന സമയത്ത് ഇതുണ്ടോ, ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റണതാണിത്. ഇവിടെ തൊട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ എടുത്തെടുത്ത് ഇങ്ങനെ ഒരു ലൈനിൽ വേണം നമ്മൾ വെട്ടി വരാനായിട്ട്. പിന്നെ ബാക്കിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കയറ്റി വെട്ടാം. കാരണം പിള്ളേരുടെ മുടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി നന്നായിട്ട് ലെങ്ത് കുറച്ച് ആണല്ലോ നമ്മൾ വെട്ടുന്നത്. ഇപ്പോൾ അപ്പം ഞാൻ ഇങ്ങനെ ഇവിടം വരെ എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കാം കേട്ടോ.
ഇപ്പം ഞാൻ ഫുള്ള് ഇവൻ്റെ ആ ഒരു ലെവലിൽ ഫുള്ള് ഹെയറും എടുത്തിട്ടുണ്ട് ഉണ്ടോ. ഫുള്ള് ഹെയറും ഞാൻ ആ ഒരു ലെവലിൽ കട്ട് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലെവല് പൊക്കത്തിലേക്ക് വെച്ചിട്ട്, അതായത് ആ സെയിം ഇത് തന്നെ നെക്സ്റ്റ് നമ്പറിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇവിടെ മാത്രം ഒന്ന് എടുത്തു കൊടുക്കാം. അന്നേരം എന്താണെന്ന് ചോദിച്ചാൽ ഈ മുടിയെ കഴിഞ്ഞ് ഇച്ചിരി നമ്മുടെ ലെങ്ത് കൂടി ഈ മുടി നിൽക്കും നമ്മൾ അതിന് കട്ട് ചെയ്യുമ്പോൾ. കണ്ടോ, അപ്പം നമുക്ക് ആ കട്ടിങ് അവിടെ തോന്നിയല്ല. കണ്ടോ, ഇപ്പം ആദ്യം നമ്മൾ വെട്ടുമ്പോൾ അവിടെ ഒരു കട്ടിങ് പോലെ ഇല്ലായിരുന്നോ. ഇതാ ഇവിടെ നമ്മൾ ഇതും കൂടെ നോക്കുമ്പോൾ നമുക്കൊരു കട്ട് ചെയ്ത പോലെ തോന്നിയല്ലേ. അപ്പം നമ്മൾ ഇതും കൊണ്ട് ജസ്റ്റ് ഒന്ന് ആ എഡ്ജ് ഒന്ന് എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കട്ട് ചെയ്ത പോലത്തെ ഒരു ഫീല് വരികയില്ല. അത് അതിനോട് ചേർത്ത് നമ്മൾ വെട്ടിയേക്കുന്ന പോലെ ഒരു ഫീല് വരും. ഇങ്ങനെ അതങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് ഒരുപാട് കൊണ്ടുപോയി വെട്ടണ്ട, ബാക്കിൽ ഇത്രയും ഭാഗം മാത്രം വെട്ടി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സൈഡിലെ മുടികളൊക്കെ ഇങ്ങനെ വളർന്ന് ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ വെട്ടുന്ന സമയത്തും അങ്ങനെ ആ ഒരു ഡയറക്ഷനിൽ വേണം വെട്ടിക്കൊടുക്കാനായിട്ട്. മുടി ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കണ്ടോ. അപ്പോഴാണ് നമുക്കത് മറ്റേ നമ്മൾ ആദ്യം വെട്ടിയ മുടിയോട് ചേർന്ന് നിൽക്കത്തുള്ളൂ. നോക്കി കണ്ട. ഇനി നമുക്ക് അടുത്തത് വെട്ടേണ്ടത് കത്രികയും ചീപ്പും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വെട്ടുമ്പോൾ ഇവിടുന്ന് നമുക്ക് ഇവിടുന്നാണ് നന്നായിട്ട് മുടിയുടെ ലെങ്ത് കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ, അതായത് താഴത്തെ മുടിയോട് ചേർത്ത് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഈ മുടി ഉണ്ടല്ലോ, ഈ മുടി ആ മുടിയോട് ചേർത്ത് ഇങ്ങനെ വെട്ടി വിടുക. അപ്പം നമ്മുടെ കൈ ഓൾറെഡി ഇവിടെ ഒരു ശകലം പൊങ്ങിയാണ് നിൽക്കുന്നത്, ഇവിടെ താണും ഇവിടെ ഇച്ചിരി പൊങ്ങിയാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ആ മുടി ലെവലിൽ വെട്ടി വന്നോളും. അങ്ങനെ നമ്മൾ ഫുള്ള് മുടി വെട്ടിവിടുക. അതായത് ഈ ഉച്ചി വരെയുള്ള മുടി നമ്മൾ അങ്ങനെ അങ്ങ് വെട്ടിവിടുക. ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കാണാം. അപ്പോൾ ആ മുടി നമ്മുടെ കൈയോട് ചേർത്ത് അങ്ങ് വെട്ടിവിട്ടാൽ മതി. ഇനി അടുത്തത് നമുക്ക് ഈ ക്ലിപ്പ് രണ്ടും ഊരിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ മുടിയുടെ കട്ടി ഒന്ന് കുറയ്ക്കണം. അപ്പം നമ്മൾ ഇവിടുത്തെ മുടിയുടെ കട്ടി കുറയ്ക്കാനായിട്ട് നമ്മൾ ഇവിടെ വെട്ടി ലെങ്ത് കുറച്ചില്ലേ, അപ്പോൾ ഇവിടെ നിന്ന് മുതൽ നമുക്കിങ്ങനെ മുടി കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വെട്ടി എടുക്കാം. അപ്പം നമ്മൾ വെട്ടാൻ തുടങ്ങുമ്പോൾ ഈ ലാസ്റ്റിലെ മുടിയുടെ ലെങ്ത് ഉണ്ടല്ലോ, അതിനോടനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഈ ഫ്രണ്ടിലെ മുടി അങ്ങ് വെട്ടിക്കൊടുക്കണം. വെട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ മുടി പിടിച്ച് വെട്ടണം. പിടിക്കുന്ന മുടി ഒന്നിച്ച് വെട്ടരുത്, കുറേശ്ശെ ആയിട്ട് പിടിച്ച് വെട്ടണം. ഇല്ലെങ്കിൽ ഒറ്റ വെട്ട് നമ്മൾ വെട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ മാർക്ക്, അടുത്തത് ഇങ്ങനെ കെട്ടിയ ഒരു വെട്ടണ ഒരു ലൈന്, അടുത്തിങ്ങനെ വെട്ടണ ഒരു ലൈന്, അങ്ങനെ നമുക്കൊരു ലൈൻ പോലെ കാണും നമ്മൾ വെട്ടിയത് മുടി. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട്, അണ്ണീവനായിട്ട് കിടക്കാനായിട്ട് നമ്മൾ കുറേശ്ശെ മുടി പിടിക്കുക, എന്നിട്ട് കുറച്ച് മുടി വെട്ടുക, പിന്നെയും കുറച്ച് മുടി പിടിക്കുക, എന്നിട്ട് വെട്ടുക. അതുപോലെ തന്നെ നമ്മൾ അവിടുന്നും ഇവിടുന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മുടി പിടിച്ച് വെട്ടുക. ഇവിടുന്ന് ഇങ്ങനെ ചീവി പിടിച്ചിട്ട് ഇങ്ങനെ മുടി വെട്ടിയെടുത്തു. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചീവിയിട്ട് മുടി ഇങ്ങനെ വെട്ടും, പിന്നെ ഇങ്ങോട്ട് ചീവിയിട്ട് വെട്ടും, പിന്നെ ഇച്ചിരി പുറകോട്ട് ഫ്രണ്ടിലെ മുടിയും കൂടെ ഒന്നിച്ച് പിടിച്ച് വെട്ടും. അങ്ങനെ നമുക്ക് എന്തോരാണോ ലെങ്ത്ത് കുറയ്ക്കേണ്ടത് അത്രയും നമ്മൾ ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഈ ഭാഗം ഇത്രയും നമ്മൾ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഫ്രണ്ടിലെ മുടിയാണ് വെട്ടേണ്ടത്. ഫ്രണ്ടിലെ മുടി വെട്ടുമ്പോൾ നമ്മളിങ്ങനെ ബാക്കിലേക്ക് ഫ്രണ്ടിൽ നിന്ന് കോമ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇച്ചിരി നല്ലോണം ബാക്കിലേക്ക് പിടിച്ചിട്ട് നമ്മളിത് കണ്ടോ, ഈ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന മുടി ഇങ്ങനെ അണ്ണീവനായിട്ട് വെട്ടിവിടണം. ഒരുപാട് ഒറ്റ വെട്ടി വിടരുത്, കയറ്റി ഇറക്കിയായിട്ട് നമ്മൾ വെട്ടിവിടണം.
അതിന് ശേഷം അടുത്ത മുടിയും അതുപോലെ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഹെഡിൻ്റെ ഒരു മധ്യഭാഗത്ത് വരെ കൊണ്ടുവന്നിട്ട് ആ നീണ്ടു നിൽക്കുന്ന മുടി അങ്ങ് നന്നായിട്ട് കട്ട് ചെയ്യും. അപ്പം നമുക്ക് നല്ലോണം ഫ്രണ്ടിൽ നിന്ന് ലെങ്ത്ത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ നന്നായിട്ട് കയറ്റി ലെങ്ത്ത് കുറച്ച് വെട്ടിക്കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് വെട്ടുക. എന്തോരാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെട്ടിക്കൊടുക്കുക. വെട്ടുമ്പോഴും ഇതുപോലെ തന്നെ കയറ്റി ഇറക്കിയും വെട്ടാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ബാക്കിൽ നമ്മൾ വെട്ടിയ മുടികളുണ്ടല്ലോ, അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇങ്ങനെ ബാക്ക് കോമ്പ് ചെയ്ത് ഒന്ന് വെട്ടി ഇങ്ങനെ അണ്ണീവനായിട്ടൊന്ന് വെട്ടി വിടണം. എന്നാലാണ് നമുക്ക് നമ്മുടെ മുടി വെട്ടിയത് ഭംഗിയായിട്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓരോരോ ഘട്ടമായിട്ട് നമ്മൾ മുടി വെട്ടിയതുപോലെ നമുക്ക് നമ്മുടെ ഹെയർ കട്ട് കാണാൻ പറ്റും. അപ്പം അത് കാണാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ ചീവി പിടിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ നീണ്ടു നിൽക്കണുണ്ട് മുടിയിൽ. അപ്പം ആ മുടി അങ്ങ് മറ്റു മുടികളോട് ചേർത്ത് അങ്ങ് വെട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ നോക്കുക, ഇത് കണ്ടോ, ഇപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ലെങ്ത്ത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇച്ചിരി കൂടെ ലെങ്ത്ത് ഇവിടുന്ന് ഇങ്ങനെ അണ്ണീവനായിട്ട് അങ്ങ് കട്ട് ചെയ്ത് വിടുക. ഇപ്പൊ മുടിയുടെ ലെങ്ത്ത് നമുക്ക് തന്നെ കുറഞ്ഞു വന്നതാണ്. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും കൂടെ ഒന്നും കൂടെ പിടിച്ചിട്ട് നന്നായിട്ട്, അപ്പൊ നമുക്ക് ഈ ലൈനിൽ നിൽക്കണ മുടി, ലൈനിൽ നിന്ന് മാറി നിൽക്കണ മുടി നമുക്ക് കാണാൻ പറ്റും. അതങ്ങ് വെട്ടിക്കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്നും മുടി ഇങ്ങനെ പിടിച്ചിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് കുഞ്ഞു നേരെ നോക്കിക്കപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ ലെങ്ത്ത് കുറഞ്ഞു കിട്ടും. അപ്പോൾ ദേ ഈ അവിടുന്നും ഇവിടുന്നും ഒക്കെ പിടിച്ച് വെട്ടണം കേട്ടോ. എന്നിട്ട് ദേ ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് മുടി ഇച്ചിരിയൊക്കെ വളർന്ന് നിൽപ്പുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് ദേ ഇങ്ങനെ അങ്ങ് വെട്ടി വെച്ചാൽ മതി. എന്നിട്ട് ഇനി നമുക്ക് ഇവിടുന്ന് കട്ടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിലെ ലെങ്ത്ത് കുറഞ്ഞു പോകാതെ ഇച്ചിരിയും കൂടെ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തൊക്കെ ഇവിടത്തെ കട്ടി വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അതിനുശേഷം നമ്മൾ ഒന്നും കൂടെ ഇവിടെ ഫുള്ളിങ്ങനെ മുടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചിട്ട് നോക്കണം. എവിടെയെങ്കിലും നമ്മുടെ ഹെയർ ലൈനിൽ നിന്ന് മുടി ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് പൊങ്ങി നിൽപ്പുണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ ഒരുപാടൊന്നും പൊങ്ങി നിൽക്കുന്നില്ല. ഇപ്പം ഏകദേശം മുടി വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നമ്മുടെ ട്രിമ്മർ വെച്ചാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമ്മൾ ഈ ഹെഡ്, വലിയ ഹെഡ് ഊരി മാറ്റിയിട്ട് ചെറിയ ഹെഡ് ഇതിലേക്ക് വെക്കാൻ പോവാണ്. ഇതുണ്ടോ, ചെറിയ ഹെഡ് ഇതിലേക്ക് വെച്ചു. അപ്പം എനിക്ക് കുഞ്ഞുവിൻ്റെ ഹെയർ ഇച്ചിരി നന്നായിട്ട് ഇവിടെയൊക്കെ ഇച്ചിരി നന്നായിട്ട് എടുക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇവിടെ ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത് 3, 5, 7, 9, 11 എന്നാണ് കൊടുത്തിരിക്കണേ. 3, 5 കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഏറ്റവും ആദ്യം ഞാൻ ഈ 5 വെച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇത് ദേ 5ലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. 5ലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങനെ 1.5 ഇഞ്ച് നമ്മൾ ഫുള്ള് ഈ 5 വെച്ചിട്ട് എടുക്കാൻ പോവാം. അപ്പോൾ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു ലൈൻ വെച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇവിടെ നമുക്ക് ഇച്ചിരി കയറ്റി എടുക്കാം.
ഇതേ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫുള്ള് ഒരു ലെയർ അത് വെച്ചിട്ട് നമ്മളെടുത്തു. ഇനി നമ്മൾ ഇതൊന്ന് ഊരിയിട്ട് ഇതിനകത്തെ മുടി ഒന്ന് കൊട്ടിക്കളയാട്ടോ. മുടി ഒന്ന് കൊട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്കിത് ഒന്നും കൂടെ വെച്ചിട്ട്, ഇപ്പം നമ്മൾ 5 വെച്ചല്ലേ വെട്ടിയത്, ഇനി നമുക്ക് ഇത് അതിൻ്റെ 7ലേക്ക് മാറ്റാം. 7ലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ പൊക്കത്തിൽ ഒരു ലെയറും കൂടെ ഒരു 1.5 ഇഞ്ച് വെച്ചിട്ട് ഫുള്ള് അതുപോലെ തന്നെ നമുക്ക് എടുക്കാം. ഇപ്പോൾ അതെ അതും വെച്ച് നമ്മൾ ഫുള്ളെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ്ടോ ഇങ്ങനെ ഒരു ലെവലിന് ഫുള്ളെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരെണ്ണം കൂടെ നമുക്കിങ്ങനെ കയറ്റി വെച്ചിട്ട് അടുത്ത നമ്പറിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ മാത്രമേ, അതായത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടല്ലേ മുടി ചെയ്യുന്നത്, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെയാണ് മുടി ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് മാത്രം കുറച്ചൊന്ന് എടുത്തു കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ എടുത്ത് വരുമ്പോൾ നമുക്കിതിൻ്റെ ലെങ്ത്തൊക്കെ മനസ്സിലാവും കേട്ടോ. അത് കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ നമ്മളെടുത്ത് കണ്ടോ ഒരു കട്ട് പോലും ഇല്ലാതെ വലുതും ചെറുതുമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതും കൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാകും ഹെയറിൻ്റെ ലെങ്ത്ത് വരുന്നത് കണ്ടോ. പിന്നെ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പോവാനുണ്ടാകുകയില്ല കണ്ടോ, കട്ട് ചെയ്ത് പോവാനുണ്ടാവുകയില്ല. അപ്പോൾ ഇതേപ്പം നമ്മൾ ഫുൾ ഏകദേശം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ഫ്രണ്ടിലേക്കും കണ്ട ഫുള്ള് നമ്മൾ ഏകദേശം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണം കണ്ടോ. ഇവിടെയൊക്കെ ഒരു ലെവലില്ലാതെയല്ല നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ചെവിയുടെ സൈഡും ഇവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ചെറിയ ഹെഡിൻ്റെ ആവശ്യം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഹെഡിനെ ഊരി മാറ്റിയിട്ട് നമ്മളിത് ഈ ഹെഡ് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കും വേണ്ട. ഇത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഇനിയിപ്പോൾ അങ്ങ് ക്ലിയർ ചെയ്ത് പോയാൽ മതി. ഇവിടെ നമ്മൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഹെയർ ലൈൻ കാണാൻ പറ്റും. നമ്മുടെ ചെവിയുടെ ഇവിടെ വരെ ആ മുടിയുള്ളൂ. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്കൊരു ഹെയർ ലൈൻ കാണാൻ പറ്റും. ഈ ഹെയർ ലൈനിൽ നിന്ന് താഴേക്ക് നീണ്ടു നിൽക്കുന്ന മുടി മാത്രം നമ്മൾ ഇതും കൊണ്ട് എടുത്താൽ മതി. കാണിച്ചതാ ഇവിടെ വരെ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് പിന്നെ ഒന്നെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഒന്നെങ്കിൽ റൗണ്ട് ഷേപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അവന് ഇക്കിളി എടുക്കുക, പിന്നെ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ വി പോലെ ഇങ്ങനെ വെട്ടിക്കൊടുക്കാം. അതെങ്ങനെ വേണേലും നമ്മുടെ ഇഷ്ടത്തിന് വെട്ടാം. ഇപ്പം ഞാനിവന് വെട്ടിക്കൊടുക്കണ ഒരു രീതിയാണ് നിങ്ങളെ കാണിച്ചത്. കുഞ്ചു പിടിച്ചോട്ടെ, കുഞ്ചു പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു. കണ്ടോ, ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പാണ് ഇവിടുന്ന് കൊടുത്തത്. ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പാണ് ഇവിടുന്ന് കൊടുത്തത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്കും അങ്ങനെ തന്നെ എടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഈ ഭാഗമൊക്കെ ഒരു നമ്മൾ ഹസ്ബൻഡിലേക്ക് എടുക്കുമ്പോൾ ഞാൻ നല്ല ഷാർപ്പായിട്ട് എടുത്തു കൊടുക്കാറുണ്ട്. ഇവരുടെ പിള്ളേരുടെ ഞാൻ അങ്ങനെ ഷാർപ്പായിട്ട് എടുത്തു കൊടുക്കില്ല കേട്ടോ. കാരണം അവർ ഗ്രോ ചെയ്ത് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇതാവും, ഇവിടെയൊക്കെ നന്നായിട്ട് ഹെയർ വന്ന് എന്നെങ്കിൽ മാത്രം അവർ വലുതാവുമ്പോൾ നല്ല ഷേപ്പിൽ അവർക്ക് ഹെയർ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടൊന്നും ഇവർക്ക് ഒരുപാട് ഷാർപ്പായിട്ട് ഞാൻ എടുത്തു കൊടുക്കുന്നില്ലേ. ഇവിടെയൊക്കെ ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് എടുത്തു കൊടുക്കുന്നതേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ ഹെയർ കട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇനി ഒരു പൊടിക്കൊരു മിനുക്കുപണിയും കൂടെ ഉണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഇവരുടെ ഇവിടുത്തെയൊക്കെ ഹെയർ ഒരു ശകലം ലെങ്ത് അധികമുണ്ട്. അപ്പോൾ അത് ഞാൻ മറ്റേ ഹെഡ് ഒന്ന് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ട്രിം ചെയ്ത് കൊടുക്കുവാണേ. ഇതാ മൂടിയിട്ട് ഈ ഹെഡ് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഏറ്റവും അവസാനത്തെ നമ്പറില്ലായിരുന്നോ നമ്മൾ തുടങ്ങിയപ്പം അതിൻ്റെ താഴത്തെ നമ്പർ വെച്ചല്ല തുടങ്ങിയത്. ഇനിയിപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ നമ്പറില്ലേ അത് വെച്ച് ജസ്റ്റ് ഞാൻ ഈ സൈഡുകൾ എഡ്ജസ് മാത്രം ഒന്ന് എടുത്തു കൊടുക്കുവാണേ. അപ്പോൾ ഇച്ചിരി കൂടെ നല്ല ഷാർപ്പായിട്ടിരിക്കും. അതെ, അപ്പം അങ്ങനെ ഞങ്ങളുടെ മുടിവെട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ. അതെ, ഞങ്ങളൊരു ഡിസൈനൊക്കെ കൊടുത്തു സൈഡിൽ കണ്ടോ, നല്ല അടിപൊളി ഡിസൈനൊക്കെ വരച്ചു. അതുപോലെ ദേ ഫുള്ള് ഇങ്ങോട്ട് തിരികെ ഇങ്ങോട്ട് നോക്കാം, അമ്മ മുടി കാണിക്കട്ടെ. ഇത് കണ്ടോ, ബാക്ക് സൈഡും എല്ലാം ദേ നല്ല അടിപൊളിയായിട്ട് കണ്ടോ, സൈഡ് ഫുള്ള് നല്ല അടിപൊളിയായിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അല്ലേ? നല്ല സുന്ദര കുട്ടപ്പനായില്ലേ? കുട്ടപ്പനല്ല, പിന്നെ ആരാ? കുഞ്ഞുവാ, കുഞ്ഞു സുന്ദരായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ കുഞ്ഞു സുന്ദരായിട്ടുണ്ടെന്ന് കണ്ടോ, കയ്യിലൊക്കെ കാണിച്ചു കൊടുത്തേ. മലയാളം അറിയാലോ, പിന്നെ എന്നാ ഇച്ചിരി കൂടെ തിരിഞ്ഞേ. അതെ, ഞങ്ങൾ അടിപൊളിയായിട്ട് മുടിയൊക്കെ വെട്ടി സൂപ്പറായിട്ടുണ്ട്. അപ്പം ബൈ പറഞ്ഞേ. Bye. Bye bye. Make sure to like and subscribe.